നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നങ്ങനെ ഒരു കല്യാണം രാഷ്ട്രീയ കേരളം സാംസ്കാരിക കേരളം ഇതുവരെ ചർച്ച ചെയ്യാത്ത കേരളം ഇത് കാരണം രാഷ്ട്രീയ കേരളം എന്ന് പറയാൻ കാരണം അവിടെയുള്ളവരെ കല്യാണത്തിൽ ഇത്രയും ഒരു ഒരു കല്യാണത്തിന്റെ പേരിൽ വന്ന രാഷ്ട്രീയ വിവാദങ്ങൾ, അല്ലെങ്കിൽ ഒരു വിവാഹം എന്ന് പറയുന്നത് നമ്മളെ സങ്കല്പത്തിനപ്പുറമാണ്. കാരണം കേരളത്തിൽ ഇന്നുള്ള നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു കല്യാണത്തിനും ഒരു പ്രധാനമന്ത്രി വന്നിട്ടില്ല. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിൻ്റെ മകള് ഭാഗ്യവതിയാണ് ഇക്കാര്യത്തിൽ. കാരണം ആ റെക്കോർഡാണ്. ഇപ്പം നാളെ തന്നെ കല്യാണത്തിന് ആരെങ്കിലും പ്രധാനമന്ത്രി വരുമെന്നെങ്കിൽ പോലും ആദ്യം വന്നത്, കാര്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായി, 47 മുതൽ പ്രധാനമന്ത്രി ഉള്ളതാണ് ഇവിടെ. പക്ഷേ ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നത് നമ്മുടെ നാട്ടിൽ. ഡൽഹിയിൽ ചില റിസപ്ഷനിലൊക്കെ പ്രധാനമന്ത്രിക്ക് പങ്കെടുക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ NK പ്രേമചന്ദ്രൻ MP യുടെ മകൻ്റെ റിസപ്ഷൻ ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രധാനമന്ത്രിയെ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇത്തരത്തിൽ കല്യാണത്തിന് തന്നെ നേരിട്ട് വരിക അവരുടെ ഒരു കാരണം അവരുടെ കേരളത്തിലെത്തുക, അദ്ദേഹം ഹാരം എടുത്ത് കൊടുത്തത്, മാല കൊടുത്തതൊക്കെ പ്രധാനമന്ത്രിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലാവരും ഇത്രയും നേട്ടങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് കുറ്റങ്ങളും കുത്തിത്തിരിപ്പുകളും നോക്കാൻ കുറെ പേര് നോക്കി. പക്ഷെ എല്ലാം മംഗളകരമായിട്ട് നടക്കുകയും ചെയ്തു. മാത്രമല്ല ഇവർ വിചാരിച്ച പോലെ ഒന്നും നടന്നതുമില്ല, ഒളിഞ്ഞുപോയി. കാരണം എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞത് കല്യാണം മുഴുവൻ മാറ്റി വെച്ചു എന്നാണ് പ്രചരിപ്പിച്ചത്. കല്യാണം മാറ്റി വെച്ചു, എത്ര 80 കുടുംബങ്ങളുടെ വീട്ടുകാർ കണ്ണീരിലാണ് ഇത്. അവരുടെ ശാപം സുരേഷ് ഗോപിക്കും മകളുടെ തലയിൽ കിടന്ന് കറങ്ങും. എന്തൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ സാമാന്യം നല്ല വിവരം ഉണ്ടെന്ന് നമ്മൾ കരുതിയിരുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള പോസ്റ്റൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. തർക്കിക്കാൻ പോലെ അവരുടെ അടുത്ത് കല്യാണം മാറ്റി വെച്ചു. ഇപ്പോൾ ഇവരെല്ലാം എന്താണ് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരെന്നാണ് വെപ്പ്. അവരാണ് പറയുന്നത് ഈ ഗുരുവായൂരമ്പലത്തിൽ കല്യാണം എങ്ങനെയാണെന്നുള്ളത് ശരത്തിന് അറിയാമല്ലോ. ഗുരുവായൂർ കല്യാണം നടന്നത് ഇതുപോലെ മുഹൂർത്തം നോക്കാൻ ഒന്നുമില്ല അവിടെ മുഹൂർത്തം സംഭവമില്ല. ദൈവത്തിന്റെ ഭഗവാന്റെ മുമ്പിൽ നടന്നിരിക്കുമ്പോൾ ആർക്ക് കല്യാണം കഴിക്കാം അവിടെ. അങ്ങനെയാണ് അവിടത്തെ രീതി വെച്ച് അങ്ങനെയാണ്. കാരണം അപ്പോൾ ആരുണ്ട് അതനുസരിച്ച് തന്നെ അവിടെ പ്രത്യേകിച്ച് മുഹൂർത്തം അങ്ങനെ ഒന്നുമില്ല. പ്രത്യേക സമയം കാണും. അവർ പറഞ്ഞൊരു സ്ലോട്ട് ഉണ്ട്, ടൈം സ്ലോട്ട് ഉണ്ട്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാറിന് പറയുമ്പോൾ 12:30 മേൽ 12:43 എന്നുള്ള പരിപാടി അവിടെ ഇല്ല. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള കുറെ നോക്കി, കുറെ മാക്സിമം നോക്കി ഇല്ല എന്തൊക്കെ രീതിയിലൊക്കെ ഇതാക്കാം, ഒരു രാഷ്ട്രീയ വിഷയമാക്കാം, ഇതിലൂടെ എങ്ങനെയൊക്കെ കുറെ അടിപിടി ഉണ്ടാക്കാനൊക്കെ നോക്കി. അത് മാത്രമല്ല ഇതിൽ നിന്ന് ഇങ്ങനെ ഫാൻ ഫൈറ്റിലേക്കും കാര്യങ്ങൾ നേടി. മമ്മൂട്ടി മോഹൻലാൽ വന്നപ്പോൾ അതിന്റെ പേരിൽ കുറെ. അതെ അതെ. മാത്രമല്ല മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം കൈയ്യട്ടി നിന്നു എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. ഇത് കണ്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇയാൾ ആരും അല്ലേ, മമ്മൂക്കാണ്ട അതെങ്കിൽ ധൈര്യം നിൽക്കണ്ട, ഞങ്ങളെ സഖാവാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. പക്ഷെ കുറച്ച് പല ചിത്രം വന്നു അദ്ദേഹം അല്ലാതെ അദ്ദേഹം കൈയൊപ്പി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതും അക്ഷതം വാങ്ങുന്നതൊക്കെ കണ്ടിരുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റായിട്ട് തോന്നിയെന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവര് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല. അതിനാണെങ്കിൽ ഇവർ സൗഹൃദമാണ്. കാരണം സ്വാഭാവികമായിട്ട് എനിക്ക് പറയാം പണ്ട് കാലം തൊട്ടേ മോഹൻലാൽ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞ അടുത്ത പേര് സുരേഷ് ഗോപിയുടെ. അവരുടെ ഇടയിൽ ഒരു ആത്മസൗഹൃദമുണ്ട്, അത്രയും വലിയ സൗഹൃദമുണ്ട് അവർക്ക്. ഇപ്പൊ അതിനെ പോലും ഇവർ രാഷ്ട്രീയവൽക്കരിക്കാൻ വില കുറഞ്ഞ രാഷ്ട്രീയമായിട്ട് കാണുമ്പോൾ. മാത്രമല്ല മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ പെരുമാറുന്ന ഒരാളല്ല. അദ്ദേഹം വളരെ എന്താ നമ്മുടെ സുജന മര്യാദ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കാര്യത്തിലും മര്യാദയോട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം എല്ലാ മതസ്ഥരും ഒരേപോലെ കാണുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞതിന്റെ 2 വർഷം മുന്നേ അദ്ദേഹമായിരുന്നു ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ കുറച്ച് പേര് നമ്മുടെ ഒരു ബന്ധപ്പെട്ട അമ്പലത്തിന്റെ അധികാരികൾ പോയപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം ഇങ്ങനത്തെ മതപരമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുമോ ഇത് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുകയും അവിടുത്തെ പ്രസാദം വാങ്ങിച്ച് കഴിക്കുക, അതുപോലെ തന്നെ എന്ന് വരണം, ഫ്രീ ഡേറ്റ്, അങ്ങനെ ഒരു രീതിയിൽ ഒരു പൈസ പോലും വാങ്ങാതെ അദ്ദേഹം വന്ന് ചെയ്തു തന്നുള്ള വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആരെയും മോഹം കർപ്പിച്ചു വിടാറില്ല. അങ്ങനെയുള്ള രീതിയിലല്ല അദ്ദേഹത്തിന് സന്തോഷം എല്ലാവരും. മാത്രമല്ല പിന്നെ ശരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രേം നസീറിന്റെ ചരമവാർഷികമായിരുന്നല്ലോ. അദ്ദേഹം ഇതുപോലെയാണ്, മമ്മൂട്ടിയെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹം ചെയ്തത് എന്താണ്, ചാർക്കര അദ്ദേഹത്തിന്റെ ജന്മനാട്ട് ചാർക്കര ഭഗവതി, ചാർക്കര അമ്മയ്ക്ക് അദ്ദേഹം ഒരു ആനയെ വാങ്ങിച്ച് നടക്കി വെച്ചു. അന്നത്തെ കാലത്ത് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. ആന നടക്കി വെച്ച ആളാണ് അദ്ദേഹം. അതൊക്കെ ഒരു എന്താണ്, അവരെല്ലാം ഒന്നായി കാണുന്ന കലാകാരൻ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇന്നലത്തെ നമ്മളെ വിഷയം, ലൂസ് ടോക്കിലെ വിഷയം അതുപോലെ തന്നെയായിരുന്നു. അതായത് സുരേഷ് ഗോപി ഒരു പള്ളിയിൽ പോകുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു മാതാവിന് സ്വർണ്ണക്കിരീടം നൽകുന്നു. അതായിരുന്നു കുറെ മാക്സിമം പ്രചരിപ്പിച്ച് അതൊരു ടോപ്പിക് ആക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നായപ്പോൾ നമ്മുടെ മമ്മൂട്ടി ഇതാ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നു. ഇതൊക്കെ കൊണ്ട് ഇവരെ പോലെ പരസ്പരം അടിയുണ്ടാക്കി. അതെന്താ കാരണം, ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ സുരേഷിനോട് സംസാരിച്ചപ്പോൾ പറയാം. കാരണം പുതിയ തലമുറയിൽ ഇതൊന്നും ഇല്ല, വിഷയമില്ല. കാരണം അവരുടെ ഇടയിൽ മതവും ജാതിയും നോക്കിയിട്ടൊന്നും അല്ല നോക്കുന്നത്. പക്ഷെ ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു രീതി ആലോചിച്ച് സരത്തെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ നമ്മളെ പുതിയ പ്രധാനമല്ല പെൺകുട്ടികളെ അങ്ങോട്ട് കല്യാണം കഴിക്കുമ്പോൾ ജാതി മതം നോക്കാറില്ല. പണ്ട് നമ്മുടെ കാലത്തൊക്കെ പോലെ അത്ര റിജിഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴും. അപ്പൊ അങ്ങനെ അതൊക്കെ മാറി. അത് സത്യത്തിൽ ഇതൊക്കെ മോശമാണ്. കാര്യം ഇത് നമ്മുടെ നാട്ടിൽ വല്ല പ്രബുദ്ധരെന്നോ അല്ലെങ്കിൽ മറ്റേ വലിയ സാംസ്കാരിക നായകന്മാരെന്ന് അവകാശപ്പെടുന്ന കുറേ പേര് നിശബ്ദത പാലിക്കുകയും കുറേ പേര് ഇതിനെ മൗനമായിട്ട് ഇതിനൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം സത്യമാണ്, നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ നമ്മൾ ആകെ വിലയിരുത്തും. അദ്ദേഹം ഇന്നലെ വന്നു, ഇന്ന് ഇത്രയും സമയം ഉച്ചയ്ക്ക് അദ്ദേഹം മടങ്ങിപ്പോയി.
പക്ഷേ അത് അദ്ദേഹം ശരിക്കും അതിൻ്റെ രണ്ടാം വരവ് ഉണ്ടല്ലോ, അത് ഒന്നാം വരവ് ശക്തമായിരുന്നു, രണ്ടാം വരവ് അതിനേക്കാൾ ശക്തിയുള്ളതായി. വല്ലാത്ത ഒരു ശക്തിയോടെ അദ്ദേഹം സത്യമായി കേരളം കീഴടക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ അദ്ദേഹം ലഭിച്ച വരവേൽപ്പ് കണ്ടില്ലേ കൊച്ചിയിൽ, ഒരു ആൾക്കൂട്ടവും ഇതൊക്കെ ആയിരുന്നു. അതുപോലെ ഇന്ന് ഗുരുവായൂരെത്തി അദ്ദേഹം തൃപ്രയാറിൽ പോയി. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ നരേന്ദ്രമോദിയെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ തോന്നിയിട്ടുള്ള കാര്യം, അദ്ദേഹം വളരെ ഈ പേഴ്സണലായി ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് എല്ലാവരുമായിട്ട്. നമ്മളെ പല ഭരണാധികാരികളിലും കുഴപ്പം പേഴ്സണൽ ബന്ധം അവർക്ക് കാണും, നമ്മൾ പല ആളുകൾക്കും അതില്ല. അതെല്ലാവരും ആ ഒരു ഇൻറ്റിമസി വരുമ്പോഴേക്കും ഏതോ ഒരു പിന്നെ ഉച്ചകോടി നടക്കണ അതിൻ്റെ ഇടവേളയിലോ മറ്റോ അദ്ദേഹം നടന്നു വരുമ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു തോന്നുന്നു, അദ്ദേഹം തോളി തട്ടി അദ്ദേഹത്തെ വിളിച്ച് വിശേഷം ചോദിച്ചിട്ട് നടന്നു പോകുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇവർക്ക് ഇങ്ങനെ ബലം പിടിച്ച് വരികയും ഇങ്ങനെ ഷേക്ക് ഹാൻഡ് ചെയ്യുകയും സ്ലോ മോഷനിൽ കയടിക്കുകയും ചെയ്യുന്ന ആളാണ് കൂടുതലുള്ളത്. പക്ഷേ ഈ ഇദ്ദേഹത്തിന് ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട ഭരണാധികാരികൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേഴ്സണൽ ബന്ധം അതാണ് എപ്പോഴും നല്ലത്. നമ്മളെ മനുഷ്യർ തമ്മിൽ പോലും നമുക്കൊരു പേഴ്സണൽ ബന്ധം ഉണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും ഒരു പ്രധാനമന്ത്രി സാധാരണ കല്യാണത്തിന് അങ്ങനെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വരിക എന്നുള്ള ഇല്ലാത്ത, പക്ഷേ അദ്ദേഹം വന്നു. അതിൻ്റെ അത് അദ്ദേഹത്തെ വ്യക്തിബന്ധങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം തന്നെയാണ് അതിൻ്റെ കാര്യം. അതെ അതെ, അതിനെയാണ്. പക്ഷേ ഇത് ഒരു വില കുറഞ്ഞ, നേരത്തെ പറയുന്നുണ്ട്, വില കുറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വെറുതെ ഒരു തമ്മിത്തല്ലുണ്ടാക്കി അത് ഇപ്പം അടുത്ത വിവാദം നോക്കി, കാരണം വേറെ വിവാദമൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം മംഗളകരമായിട്ടെല്ലാം നടന്നു. അപ്പോൾ നോക്കുമ്പോൾ പരതവ കാണുന്നത് മോഹൻലാൽ കൈകൂപ്പി നിന്നു, മമ്മൂട്ടി കെട്ടി നിന്നു, അങ്ങനെ അതിൽ അക്ഷതം കൈമാറിയപ്പോൾ മമ്മൂട്ടി അങ്ങനത്തെ രീതിയിലൊരു പ്രചരണം കൊണ്ടുപോയത്. അത് കാരണം ഇവിടത്തെ നമുക്ക് വ്യക്തമാണ്, മോദിയുടെ വരവിലെ തന്നെ പേടിച്ച കുറച്ച് പേരുണ്ട്. അത് കാരണം ഇവിടെ രാഷ്ട്രീയമോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിനെ ഒരു മംഗളകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സൗകര്യപൂർവ്വം വിടായിരുന്നു. കാരണം ഇത്രയും ആഘോഷമാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം അത്രയും വലുതാണ്. ലോകത്ത് എല്ലാവർക്കും അവരവൻ്റെ മകളുടെ കല്യാണം എന്ന് പറഞ്ഞ ഒരു അച്ഛനെ സംബന്ധിച്ച് അമ്മയെ സംബന്ധിച്ചല്ലോ അവർക്ക് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരുന്നു, എല്ലാവരും വരുന്നു. സിനിമയിൽ കണ്ടില്ലേ, എല്ലാ പ്രധാനപ്പെട്ടവരും എത്തി. താരനിബിഡമെന്നൊക്കെ നമ്മൾ സാറിന് പറയാറുണ്ട്, പക്ഷേ എല്ലാവരും കുടുംബസമേതമാണ് എത്തിയത്. പക്ഷേ ഇതൊരു താരനിബിഡമൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒന്നും ആയിട്ടില്ല. ഇതിപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാർ വന്നതേ ഉള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു ഇനി കൊച്ചിയിൽ റിസപ്ഷൻ ഉണ്ട്, തിരുവനന്തപുരത്ത് റിസപ്ഷൻ ഉണ്ട്, ഇതൊക്കെ നടക്കാൻ പോവുകയാണ്. മാത്രമല്ല സ്വാഭാവികമായിട്ടും ഇവിടെ വേറെ പ്രസക്തമായ കാര്യം, ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും വന്നു, അവരെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ കൊച്ചിയിൽ വന്നാൽ മതിയായിരുന്നു. അത് അവരെ സംബന്ധിച്ച്, കാരണം അവർക്ക് അത്രയും അപൂർവ സംഭവം നടക്കില്ല അങ്ങനെയാണെങ്കിൽ, അത്രയും വലുതായിട്ട്. കാരണം അവിടെ രാഷ്ട്രീയം നോക്കാതെയുള്ള അവരുടെ നിലപാടാണ്, ഇവരെ സൗഹൃദം നോക്കി വന്നതുകൊണ്ടാണ് അവിടെ ഒരു ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ നമുക്കറിയാം, ഇവരുടെ ഒരു മിനിറ്റിന് ഒരു ലക്ഷങ്ങളാണ് ഇവരുടെ വില. അത്രയും അതൊക്കെ കണ്ട് അവർ സൗഹൃദത്തിന് വില കൽപ്പിച്ച് വരുമ്പോൾ അവിടെ അതിനെ ഇല്ലാതാക്കി, അതിന്റെ മേളിൽ ചാടിക്കേറി ഇല്ലാതാക്കാൻ. ഇപ്പം എനിക്ക് നേരത്തെ മമ്മൂട്ടി വന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രൂക്ഷ വിമർശനം നേരിടാൻ പോകുന്നത് ചിലപ്പോൾ മോഹൻലാലിനായിരിക്കും ചിലപ്പോൾ അതിനകത്ത്. കാരണം സ്വാഭാവികമായിട്ട് ഇവർ സംഘിപ്പട്ടം ചേർത്ത് കൊടുത്തില്ല. ഇപ്പൊ എം ഡിക്കും ചിത്രയ്ക്കും എടുത്ത് കൊടുത്ത പോലെ തന്നെ മോഹൻലാൽ നേരത്തെ തന്നെ കൊടുത്തു കഴിക്കുന്നതാണ്. പ്രധാനമന്ത്രിയുടെ നിലപാടിന് ഇപ്പം കൂടെ വന്നു, അല്ലെങ്കിൽ അക്ഷതം കൈമാറിയപ്പോൾ മേടിച്ചു, അതിന്റെ പേരിൽ രൂക്ഷ വിമർശനം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അതിൻ്റെ അതാണ് ആദ്യം തന്നെ വന്നത്, മോഹൻലാൽ വാങ്ങി മമ്മൂട്ടി കൈ. പക്ഷെ പിന്നെയാണ് അതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ വന്നത്. അല്ല, മാത്രമല്ല ഈ പ്രധാനമന്ത്രി ഇന്ന് മൊത്തം കൊച്ചിയിൽ അദ്ദേഹം ഷിപ്പ്യാർഡിൽ നടന്ന ആ ചടങ്ങിൽ, ഷിപ്പ്യാർഡിന് 4000 കോടിക്ക് എന്തോ സഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം ആ ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു കേരളത്തിന്റെ സഹായത്തിന്. അത് മാത്രം ഇവിടെ കേന്ദ്രം അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പലരും ബഹളം നടത്തും. അതിനേക്കാൾ മുമ്പ് രാവിലെ ഓടി അങ്ങ് പോയതല്ലേ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോയല്ലോ. ഇന്നലെ നെടുമ്പാശ്ശേരി പോയി. അതിന് ഏറ്റവും വലിയ കാര്യമില്ല. കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ഒരു ഇടതുപക്ഷ അനുഭവമുള്ളവർക്ക് പോകണം നിർബന്ധമില്ല. സ്വാഭാവികമായിട്ട് അവരുടെ ഇതനുസരിച്ച് അങ്ങനെ പോകാറില്ല. അല്ലെങ്കിൽ എന്തോ MLA അവിടെ ഇതിൽ ഔദ്യോഗിക ചടങ്ങ് എന്ന് പറയുന്ന ഷിപ്പാട് മാത്രമേ ഉള്ളൂ. ബാക്കി പേഴ്സണൽ ചടങ്ങുകളാണല്ലോ, പാർട്ടി പരിപാടി, അതല്ലാതെ വിവാഹമൊക്കെ ആയിരുന്നല്ലോ. എന്തായാലും നന്നായി. അതങ്ങനെ അല്ല, ഞാൻ പറയുന്നത് ഈ മുഖ്യമന്ത്രി അവിടെ ചെന്ന് നന്ദി പറയുകയും സ്വീകരിക്കുകയും ചെയ്തതിൽ ഞാൻ വേറെ നല്ല വശം കാണുന്നത്, നമ്മൾ ഈ കേന്ദ്രമായിട്ട് വെറുതെ ഏറ്റുമുട്ടലിന് പോകണ്ട. നമ്മളെ കേരളത്തിൻ്റെ ഒരു ഗതികേടായിരുന്നാണ് പണ്ടിത്. കാര്യം ഈ കേന്ദ്രവിരുദ്ധ സമരം, ഈ അന്ന് കോൺഗ്രസ് ആണല്ലോ, BJP അല്ലല്ലോ. ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴെല്ലാം കേന്ദ്രവിരുദ്ധ സമരത്തിന് പോകും. നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ കിട്ടാതെ പോയതുപോലെ ഇതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനെ പക്ഷപാതം കാണിക്കുന്ന ഒരാളല്ല. കേരളത്തിൽ നിന്ന് BJPക്ക് ഇപ്പോൾ ഒരു MLA MPO ഇല്ലായിരുന്നിട്ട് പോലും നമ്മുടെ വികസനത്തിന് എത്ര കോടി രൂപ അനുവദിക്കുന്നു, അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ അവിടെ. അതെ, എന്നാലും അദ്ദേഹം കേരളത്തിൽ ഇന്നലെ ഇന്നുമൊക്കെ നടത്തിയത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനൊരു തേരോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത് വളരെ ജനങ്ങൾക്കിടയിൽ നമ്മൾ തന്നെ പല സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവർ പോലും അവർക്കെല്ലാം അത് ഇഷ്ടപ്പെട്ടു. ഒരു പ്രധാനമന്ത്രി വരുന്നു, നമ്മളെ മലയാളി കേരളത്തിൻ്റെ ഒരു കലാകാരൻ്റെ മകളുടെ വിവാഹത്തിനും പ്രധാനമന്ത്രി വരുന്നു. അല്ല, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വികസനം അത് വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുമ്പം കൊച്ചിയിൽ തന്നെ പണ്ട് വലിയ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ അവസാനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇതൊക്കെ നിർമ്മിക്കപ്പെട്ടത്. അന്ന് പണ്ട് നമ്മളങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കൊച്ചിയിലുള്ള അന്നത്തെ നേതാക്കളൊക്കെ ചേർന്ന്
ഈ ഷിപ്പ്യാർഡിന് വേണ്ടിയൊക്കെ സമരം നടത്തിയിട്ട് അവസാനം അവർ പ്രതീകാത്മകമായിട്ട് കടലാസ് കൊണ്ട് കടലാസ് കപ്പലുണ്ടാക്കി അവിടെ കായലിൽ ഒഴിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായി കിട്ടിയതാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു ഗുണം വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് നമ്മുടെ യുദ്ധക്കപ്പൽ വരെ ഉണ്ടാക്കാനുള്ള സംവിധാനമായി കഴിഞ്ഞിരിക്കുന്നു. പണ്ട് നമ്മൾ യുദ്ധക്കപ്പൽ വാങ്ങുന്ന ഏതെങ്കിലും റഷ്യയിൽ നിന്ന് അമേരിക്ക ഉപയോഗിച്ച് കളഞ്ഞ യുദ്ധക്കപ്പലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇന്നല്ല, ഇന്ന് നമ്മുടെ സ്വന്തം യുദ്ധക്കപ്പലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമല്ല, ഇന്നൊരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അനുസരിച്ച് ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ. 4. അത് രണ്ടാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു, റഷ്യയായി, ചൈന 3ാം സ്ഥാനത്തേക്ക് പോയി, ഇന്ത്യ. ഇതിൽ വിചിത്രമായ കാര്യം എന്താണ്, ബ്രിട്ടൻ ഇന്ത്യക്ക് പുറകിലാണ്, അതുപോലെ ജപ്പാൻ ഇന്ത്യക്ക് പുറകിലാണ്. അപ്പോൾ നമ്മൾ വലിയൊരു രാജ്യമായി മാറി, നമ്മൾ വലിയ ശക്തിയായി മാറി കഴിഞ്ഞിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് അത് നമ്മൾ അധികാരത്തിലിരിക്കുന്ന ആരാണെന്നുള്ളത് വളരെ പ്രധാനം. ഒരു കുടുംബത്തിലെ കാരണവരാരാണെന്നനുസരിച്ച് ആ വീടിൻ്റെ ഭാവി മുന്നോട്ട് പോകുന്നത്, മനസ്സിലായില്ല. അപ്പം നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ വളരെ ശക്തമായ തോതിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, അദ്ദേഹം ഇപ്പോൾ വന്നത് തന്നെ ഇപ്പം കുറേ പേര് പറയുന്നുണ്ട് ഇലക്ഷൻ്റെ പ്രചരണമായിട്ട് ഭാഗമായി, അതിൻ്റെ ഒരു രീതിയാണ് അവിടെ ഒരു ഇലക്ഷൻ ഇപ്പോഴേ വന്നത്. പക്ഷേ അതങ്ങനെ ആണെങ്കിൽ പോലും അദ്ദേഹം വരുന്നുണ്ടല്ലോ, വന്നാലും അതിൽ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കാത്താനാണെന്ന് പറഞ്ഞു. അതെ, തിരിഞ്ഞു നോക്കുന്നത് പറയാൻ നമ്മളെ വന്നെങ്കിൽ അതിന്റെ കാര്യ ഇപ്പം വന്നത് തന്നെ ഇപ്പം നമ്മൾ വെറുതെ വന്നിട്ട് പോയെങ്കിൽ നമുക്ക് നോക്കാം. ഇതിപ്പം ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപി അദ്ദേഹത്തെ സംബന്ധിച്ച് സാധാരണ നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരാണ് സുരേഷ് ഗോപി അടക്കമുള്ളവർ. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വരിക, അതുപോലെ തന്നെ ഇത്രയും വലിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക, മുഖ്യമന്ത്രിയുടെ വേദി പങ്കിടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല ആ വേദി ഇരുന്ന് തന്നെ മുഖ്യമന്ത്രിയെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ള അത് നന്നായി. അല്ല, നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഇടയ്ക്ക് ഒരു സ്റ്റോറി ചെയ്തിരുന്നതാണ് കഴിഞ്ഞ ആഴ്ച അങ്ങാഴ്ച മറ്റുമാണ്. ഈ ഹൈവേ ഉദ്ഘാടനം നടന്നതിൽ മൂന്നാർ വെച്ച് നടന്ന ചടങ്ങിൽ അതിൻ്റെ പരസ്യം കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നതിൽ പ്രധാനമന്ത്രിയുടെ അതേ വലുപ്പത്തിലുള്ള ചിത്രം മുഖ്യമന്ത്രിയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരെ തിരിച്ചായിരുന്നെങ്കിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പോലും ഇവിടെ സംസ്ഥാന സർക്കാരാണ് ഇത് പരസ്യം കൊടുത്തിരുന്നതെങ്കിൽ പ്രധാനമന്ത്രി തലയിൽ കാണില്ലായിരുന്നു. പ്രധാനമന്ത്രിയുടെ പടം മാറ്റി വെച്ച് മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരെ മാത്രമേ കാണുള്ളായിരുന്നു. അപ്പം പിണറായിയുടെ തലയിൽ അത് ഉൾപ്പെടുത്തി അത് തുല്യ പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനമന്ത്രി ഇവിടെ BJPയുടെ പ്രവർത്തകരായി നടത്തിയ അവരെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം BJPയെ സംബന്ധിച്ച് നിർണായകമാണ്, കേരള ഘടകത്തെ സംബന്ധിച്ച് ഈ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജനവിരുദ്ധ നയങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നത്. അതുമാത്രമല്ല ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ മൗനവും. ഇതെല്ലാം കൂടെ വരുമ്പോൾ തന്നെ മൂന്നാമത്തെ ഓപ്ഷന് വേണ്ടി ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ അവർക്ക് പരമാവധി ഇതിനകത്ത് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ അധികാരത്തിലെത്താം. കാരണം ഇവിടെ ജനങ്ങളുടെ നമ്മൾ നോക്കുന്നത്, അല്ലാണ്ട് ഇവിടെ അവർ ഇപ്പോൾ എന്താണ് കഴിവിനനുസരിച്ചുള്ള അവർ തിരഞ്ഞെടുക്കും, അതനുസരിച്ച് വാങ്ങണം. പക്ഷെ അതിനെ എതിർക്കാൻ നിൽക്കുന്ന, അതിനെ അടച്ചാക്ഷേപിക്കാൻ വരുന്നവരാണ്. കാരണം ഒരു ജനത്തിന്റെ ഇഷ്ടങ്ങളെ തന്നെ തകർത്തുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, നമുക്ക് തന്നെ വോട്ട് ചെയ്യണം, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി എന്തിനാണ്? അതാണ് ഇവിടെ. അല്ല, മാത്രമല്ല ഇന്നലെ പിന്നെ ഈ ഇത്രയും ജനം കൂടിയല്ലോ പ്രധാനമന്ത്രിയെ കാണാൻ അവിടെ വന്നതിന്. നമ്മുടെ അവിടെ മറ്റേ റോഡിൽ കൂടെയൊക്കെ അദ്ദേഹം ഇങ്ങനെ ഗംഭീര പിന്നെ റോഡ് ഷോ നടത്തി വന്നപ്പോൾ ആരൊരാൾ ഇങ്ങനെ കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ എവിടെയോ, ഇത് മറ്റേ നിങ്ങൾ സ്ത്രീകളെ മറ്റേ കുടുംബശ്രീയുടെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരികയോ അതല്ലെങ്കിൽ നാളെ ഈ പരിപാടിക്ക് വന്നില്ലെങ്കിൽ നിങ്ങളെ പൈസ വെട്ടിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ട് പല ഫോൺ സന്ദേശങ്ങൾ നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ടല്ലോ. അങ്ങനെയല്ല, ആൾ സ്വമേധയാ വന്നതാണ് അവിടെ കാണാൻ വേണ്ടി. അതൊരു വലിയ സംഭവമായി പോയി ഇന്നലെ രാത്രിയത്തെ തന്നെ. അത് ഗംഭീര ചടങ്ങായിരുന്നു. അതല്ല, ഒരു തരത്തിലുള്ള യാതൊരു പാളിച്ചകളും ഇല്ലാതെ വളരെ കൃത്യമായി എല്ലായിടത്തും പോയി. അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിൽ പോയി. തൃപ്രയാർ പോയിട്ടുണ്ടോ? അവിടെ പോയിട്ടുണ്ടായിരുന്നു. മനോഹരമായ സ്ഥലമാണ്. ഞാൻ തൃശ്ശൂർ ജോലി ചെയ്യുമ്പോൾ മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ക്യാമ്പ് 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പം 2 ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ അന്തരിച്ച EP സുഷമ എഴുത്തുകാരിയായിരുന്നു, അവർ പുള്ളിക്കാരിയായിരുന്നു അന്ന് അതിൻ്റെ മുഖ്യ സംഘാടകക്കായിരുന്നു. അപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു. നല്ല മനോഹരമായ സ്ഥലം, ആ ക്ഷേത്രവും ആ പരിസരവും. അവിടെ പോളിടെക്നിക് ഉണ്ട്, ശ്രീരാമ പോളിടെക്നിക് ഉണ്ട്. ഒരു മനോഹര സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് നാട്ടിക മണ്ഡലത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു ആ സ്ഥലം. നല്ല മനോഹര സ്ഥലമാണ്. അപ്പോൾ അവിടെ പോകുക. കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രീരാമക്ഷേത്രം തന്നെയാണ്. മാത്രമല്ല അയോധ്യ ഉദ്ഘാടനം നടക്കാനിരിക്കെ ഒരു സന്ദർശനം, അതിനൊരു പ്രസക്തിയുണ്ട്. അതേ ഇപ്പം വ്രതത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അങ്ങനെയും അവിടെ പോയതാകാം. പക്ഷെ അതൊക്കെ തന്നെ നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തൃപ്രയാർ നമ്മുടെ കേരളത്തിലെ ആ ശ്രീരാമക്ഷേത്രവും അതിൻ്റെ ഇന്നുള്ളതിൻ്റെ 10 ഇരട്ടി പ്രശസ്തിയിലേക്ക് പോയി. നമ്മൾ ലക്ഷദ്വീപിൽ കണ്ടതാണ്. ഇങ്ങനെ ക്ഷേത്രം ഉണ്ടെന്ന് ഒരു പക്ഷേ ഉത്തരേന്ത്യയിലേക്കുള്ള പല ആളുകൾക്കും പ്രധാനമന്ത്രിയോടെ പോയി അദ്ദേഹത്തിൻ്റെ ഈ വിഷ്വലൊക്കെ കാണുമ്പോൾ ആളൊക്കെ തോന്നും. നാഷണൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് ഇന്ന് ഗുരുവായൂർ കേസ്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം, അതുപോലെ തന്നെ ഇപ്പം ഇന്ന് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തിട്ടുണ്ട്. അതെ. ഗുരുവായൂരിൽ സാധാരണ കല്യാണം നടക്കുന്നത് ഇതിന് പകരമായിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്.
അല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം കെ കരുണാകരൻ പോലെ ഒരു അദ്ദേഹം ഗുരുവായൂർ ഭക്തനായിരുന്നു, പക്ഷേ ഇത്രയും അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിവാഹം നടന്നതൊക്കെ ഗുരുവായൂർ തന്നെയായിരുന്നു തോന്നുന്നു. പക്ഷേ അങ്ങനെ അന്നൊന്നും പ്രധാനമന്ത്രി ഒന്നും ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയെ പോലുള്ള ആളൊക്കെ ആണെങ്കിൽ അന്ന് വരാമായിരുന്നു. ആരും വന്നിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ കല്യാണത്തിന് പങ്കെടുക്കാൻ വരണത് എന്നുള്ളത് അവർക്ക് ഭാവിയിൽ എക്കാലത്തും അവർക്ക് ഓർത്ത് വയ്ക്കാതെ, അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ്, അതിൻ്റെ റെക്കോർഡ് അവർക്ക് സ്വന്തമാണ്. മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മോദി വന്നപ്പോൾ ഉണ്ടാവേണ്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച്, അത് ഇവർ പറഞ്ഞ ആശങ്കകളെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തേ പറ്റൂ. കാരണം എല്ലാവരും പറഞ്ഞിരുന്നതാണ് വരുമ്പോൾ അത് നടക്കില്ല, റോഡ് മൊത്തം മാറ്റി വാഹന ക്രമീകരണം മാറ്റി, കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി കൊടുത്തു, മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി, അമ്പലത്തിൽ ദർശിക്കാൻ വന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ മാറ്റി നമ്മളിപ്പം എന്ത് സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ നടന്നത്, അതും കൂടെ ശ്രദ്ധിക്കുന്നത്. അവിടെ സുരക്ഷാ സേനയുടെ അവരുടെ ഒരു കൈകാര്യം ചെയ്തതിന് നമ്മൾ നന്ദി പറയേണ്ടത്. നരേന്ദ്രമോദി എന്നല്ല, വേറെ ഏത് പ്രധാനമന്ത്രി വന്നാലും രാഷ്ട്രപതി വന്നാലും അവിടെ സെക്യൂരിറ്റി ആണ്, അത് അങ്ങനെയാണത്, അതല്ല വേറെ വഴിയില്ല. പക്ഷേ എന്നാൽ പോലും അവിടെ മണിക്കൂറോളം ആരും ബുദ്ധിമുട്ടില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ചടങ്ങുകൾ കഴിഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്ത സ്ഥലത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് അവിടെ ജനങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ഇത് ആരൊക്കെ ഇത് ഭയപ്പെടുന്നുണ്ടെന്നുള്ളതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിചിത്ര കാര്യം. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി അവിടെ എറണാകുളത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പ് എറണാകുളം ലോ കോളേജിൽ അടുത്ത KSC നേതാക്കൾ പ്രധാനമന്ത്രിക്കെതിരെ അവിടെ ബാനർ വലിച്ചു കെട്ടിയിരുന്നു. അതിൻ്റെ പേര് ചെറിയൊരു സംഘർഷമൊക്കെ വൈകുന്നേരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളെയും നമ്മുടെ പ്രധാനമന്ത്രിയാണ് നമ്മൾ ആ മിനിമം ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയാൻ നമ്മൾ കാണിക്കുന്നത്. ആരാണെങ്കിലും ആ വരുന്ന ആൾ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അതും ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട പ്രധാനമന്ത്രിയാണ്, പട്ടാള ഭരണത്തിൽ കൂടെ വന്ന ആളുമല്ല. അങ്ങനെയുള്ള മാത്രമല്ല ഇവിടെ മാതൃകയാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ അണികൾക്ക് എന്താണ് രോഷം കാണിക്കുന്നത്? കാരണം മുഖ്യമന്ത്രി അടക്കം അംഗീകരിക്കുന്നുണ്ട്, ഇവർ പുറമെ പിന്നാമ്പുറത്ത് നിന്ന് കുറ്റം പറയുകയും നേരിൽ വരുമ്പോൾ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുന്നു, അതുപോലെ പുകഴ്ത്തുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇവർക്ക് ഇത്തിരി ബോധം വെച്ചുകൂടെ ഇവർക്ക്, ഈ അണികൾക്കൊക്കെ? അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവർ വല്ലാത്ത ഒരു ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. നമുക്ക് അറിയാമല്ലോ, നമ്മൾ അധ്യാപനം നമ്മളെ പഠിപ്പിച്ച് വിടണം എന്താണോ നമ്മളത് തന്നെ പറയും. ഒരിക്കലേ രംഗമായിട്ട് ബന്ധത്തിലെങ്കിലും പറയണം. ഒരിക്കലും ഞാനൊരു വീട്ടിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ ചേട്ടൻ്റെ മകനെ കൊച്ചുകുട്ടി അവിടെ പഠിക്കണം. അപ്പോൾ അയാൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഉറക്കെ വായിക്കുകയാണ്. അപ്പോൾ എന്തോ പഴശ്ശിരാജയൊക്കെ വന്ന് പറഞ്ഞു, അത് ഇയാൾ ഡോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചപ്പോൾ പ്രാവ് ആണ്. ഈ കുട്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണ്, നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ലൂയിറ്റണൻ്റെ കൊളോണൽ എന്നൊക്കെ ഈ കുട്ടി ഉറക്കെ വായിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അത് കേണലാണ്, ഇത് ലെഫ്റ്റനൻ്റാണ്, ഡവാണെന്നൊക്കെ പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല മാമ, ഇത് ഞങ്ങൾ ടീച്ചർ പഠിപ്പിച്ചതാണ്, മാറ്റാൻ പറ്റില്ല. അതുപോലെയാണ് ഇവരുടെ അവസ്ഥ. ഇവരെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കൃത്യമായിട്ട് പാഠം. ഈ നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ കണ്ടില്ല എന്തെല്ലാം അബദ്ധങ്ങളാണ് നമ്മൾ ആദരിക്കുന്ന പലതും പോലെ എഴുതി വിട്ടിരിക്കുന്നത്. അത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നമ്മളെപ്പോഴും വർഗീയതയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്കെതിരെ പോരാടേണ്ട പ്രസ്ഥാനം അവർ തന്നെ ഇതെല്ലാം എന്ത് കണ്ടാലും അതിനൊക്കെ വർഗീയവൽക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആയുധം തന്നെ അങ്ങനെ ആക്കിയാണ്. കാരണം ഈ ഞാൻ പറയില്ല, കഴിഞ്ഞ ഈ ഒരു ആഴ്ചത്തെ ഇവർക്കെതിരെ, കാരണം ഈ ഒരു പോരാട്ടം, അതായത് ഇപ്പം ഇടത് BJP ഒരു ഇതാണല്ലോ കൂടുതൽ നടക്കുന്നത്, പ്രതിപക്ഷത്തിനെ കുറിച്ച് പറയുന്നില്ല. സ്വാഭാവികമായിട്ട് ഇവർ ഉപയോഗിക്കുന്ന പ്രധാന ആയുധം ഇതുപോലെ വർഗീയതയാണ് ഇവർ കൊണ്ട് കലർത്തുന്നത്. ഇവിടെ BJP സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും ഇടപെടുന്നില്ല. ഇവർ കൊണ്ടുവരുന്നത് ഇപ്പം ചിത്രയുടെ ആയാലും MTA ആയാലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ കല്യാണം ആയാൽ പോലും ഇവിടെ ഏറ്റവും ഒടുവിലായിട്ട് വന്ന മമ്മൂട്ടി മോഹൻലാൽ വിഷയമായാലും അവിടെയൊക്കെ കലർത്തുന്നത് വർഗീയത എന്നൊരു ഇതാണ് വെക്കുന്നത് ഇതിനകത്ത്. കാരണം ചിത്ര സ്വാഭാവികം നമുക്ക് ഈ ഇത്രയും ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ നിഷ്പക്ഷരാണ്. ചിത്ര ഒരിക്കലും നമ്മൾ വേറെ രീതിയിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഒരു രീതിയിൽ. കാരണം നമ്മുടെ വീട്ടിലെ അമ്മമാർ ഇപ്പം ഇങ്ങനെ ഒരു നിലപാടെടുക്കണമെങ്കിൽ വീട്ടിലെ അമ്മമാർക്ക് ഇനി വിളക്ക് കത്തിക്കാൻ പറ്റില്ലല്ലോ, അവരെ വർഗീയവാദികളാക്കിയല്ലോ. രാമനാമ ജപിക്കാൻ പറ്റില്ലല്ലോ, അവരെ വർഗീയവാദികളാക്കുമല്ലോ. നിങ്ങൾ വർഗീയവാദിയാണ്, വിളക്ക് കിടത്തു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് അടക്കേണ്ടി വരുമല്ലോ. അങ്ങനത്തെ രീതിയിലേക്ക് കടന്നു. അപ്പം സ്വാഭാവികമായിട്ട് അവരൊരു സാധു സ്ത്രീയാണ്, അവരൊരു കൃഷ്ണഭക്തയായ ഒരു സാധു സ്ത്രീയാണ്. അവരുടെ മനസ്സിൽ അവർ വളർന്ന സാഹചര്യം അനുസരിച്ച് ഒരു ഭക്തയാണ്. അത് പറഞ്ഞതിന്റെ പേരിൽ അവരെ വർഗീയതാക്കുന്നു. മോഹൻലാൽ ഇപ്പം പ്രധാനമന്ത്രിയോട് ഒരു വേദി പങ്കിട്ട് കഴിഞ്ഞാൽ അതിനെ സംഖ്യയാക്കുക. മമ്മൂട്ടി ഇപ്പൊ അക്ഷത ഏറ്റുവാങ്ങിയത് അദ്ദേഹത്തിനെ സംഖ്യയാക്കുക. അതായത് ഇതൊക്കെ എന്ത് രീതിയിൽ നെറികെട്ട നാണം കെട്ട ഇത് ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളാണ്. അതൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അല്ല, അത് വളരെ മോശമാണിത്. കാരണം ഇത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ ഇവിടെ ഒരു കാര്യത്തിൽ ഒരു ഇത്തരം ജാതിയും ചിന്തയും ഒന്നും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. നമ്മളെ കുട്ടിക്കാലത്ത് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എല്ലാവരും ഒന്നായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ന്. പക്ഷേ ഇവരുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാത്തിനും എന്ത് കണ്ടാലും അതിനകത്തൊരു വർഗീയത അങ്ങ് ചേർക്കും. എന്നിട്ട് അങ്ങ് വിടുമ്പോൾ പിന്നെ അത് ആൾ ഏറ്റെടുക്കും. പിന്നെ ഈ എല്ലാ വിഭാഗത്തിലും ഇത്തരം തീവ്ര നിലപാടുള്ള ആൾ കാണും, പിന്നെ അവരെ ഏറ്റെടുക്കുന്നു, അവർ ആ പ്രശ്നം ഉണ്ടാക്കുന്നു, അത് അതിൻ്റേതായ രീതിയിൽ പോകുന്നു. അതല്ല ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറ്റുമത്, ഇന്ന് നടന്ന ഈ ചടങ്ങുകളിൽ BJPയുടെ പരിപാടിയിൽ പ്രൊഫസർ TJ ജോസഫ് പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അന്ന് തീവ്രവാദികൾ കൈവെട്ടിയ അദ്ദേഹം പങ്കെടുത്തിരുന്നു ആ ചടങ്ങിൽ. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അദ്ദേഹം വന്നു. കാരണം NIA ഒന്നാം പ്രതി കൈവെട്ടിയ മനുഷ്യനെ തന്നെ കഴിഞ്ഞ ആഴ്ച പിടിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത്
അത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ല, അതൊക്കെ സത്യം പറഞ്ഞാൽ അവരെ വിശ്വാസത്തെ കൂടെ ആണ് വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിന്റെ സേന ഇതിന്റെ നന്ദി സൂചകമാണ് അത്. ഇപ്പൊ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ പോലീസാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടൊപ്പമുള്ള നിലപാടിലേക്ക് എത്തുമായിരുന്നു. എല്ലാവരെയും ഇങ്ങനെ അകറ്റിക്കൊണ്ട് കേരള പോലീസും അല്ലെങ്കിൽ കേരളത്തിന് ഭരിക്കുന്നവരും അകറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ നേട്ടങ്ങളാക്കി മാറ്റുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിവർ മനസ്സിലാക്കുന്നില്ല. അവർ ചെയ്യേണ്ടത് റിസൾട്ട് കൊടുത്തിട്ടാണ് അവർ അതിന്റെ സമ്പാദിക്കുന്നത്. മാത്രം പ്രധാനമന്ത്രി കാണാൻ എന്തൊരു ശില്പം കൊണ്ടുവന്ന ഒരാളിനെയും പ്രധാനമന്ത്രി വിളിച്ച് അതിങ്ങി ഏറ്റുവാങ്ങിയെന്ന് പറഞ്ഞു. കാര്യം അയാൾക്ക് ഇവരായിട്ടൊന്നും നേരിട്ട് ബന്ധമൊന്നും ഇല്ലാതെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപക്ഷെ നമുക്ക് പറയാം നരേന്ദ്രമോദി കേരളം കീഴടക്കി എന്ന് പറയാം. അതെ, കഴിഞ്ഞ 2 ദിവസം കൊണ്ട്. തുടരുമോ അത്? ചിലപ്പോൾ തുടരാണ് സാധ്യത. പ്രൊവൈഡഡ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാന പാർട്ടിക്കാരും കൂടെ അക്കാര്യത്തിൽ ഒരു പ്രധാനമന്ത്രി ഒരുപക്ഷെ ഇനി അദ്ദേഹം ഒന്നുകൂടെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അത് അറിയില്ല എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഫെബ്രുവരിയിൽ അദ്ദേഹം വന്നേക്കുമെന്ന് കേട്ടിരുന്നു. അതിനെക്കുറിച്ച് യാതൊരു ഉറപ്പ് നമുക്ക് ഇന്നും കിട്ടിയിട്ടില്ല. എന്തായാലും കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ അതിശക്തമായ രീതിയിൽ അദ്ദേഹം കീഴടക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. അദ്ദേഹം വളരെ കൃത്യമായി തൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു തുടക്കം ഇന്ന് BJP യോഗത്തിലും കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തെ അവരിന് വളരെ താല്പര്യത്തോടുകൂടി തന്നെ സംരക്ഷിക്കും. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയെ BJP വളരെ താല്പര്യത്തോടുകൂടി നോക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. അടുത്ത ആഴ്ചയാണെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലും പോകുന്നുണ്ട് 2 ദിവസം. അവിടുത്തെ ചില പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് നമുക്ക് ഒന്നുകൂടെ അവർക്ക് നവദമ്പതികൾ ഭർത്താവിന് എല്ലാ ആശംസകളും നേരാം. കാരണം അവർ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. കേരളത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു വിവാഹത്തിലെ വധുവരന്മാരായി നമുക്ക് എല്ലാ ആശംസകളും നേരാം. നന്ദി, നമസ്കാരം.